अस्सलामुअलैकुम वालेकुम सलाम ഓൾ ഇങ്ങനെ വരും എനിക്കെന്തിനാ മുള്ളുവടി നമുക്ക് മുള്ളുവടിന്റെ ആവശ്യമില്ല ഇത് കണതരം കാട്ടിയിരുന്നു എന്ത് കളത്തരം കാട്ടിട്ട് നെഞ്ഞുവേദന പേരും കൂടി പെരക്കെത്തി അത് ഗ്യാസിന്റെ ഗുളിക കുടിച്ചിട്ട് മാറിയതാണല്ലോ മാറുന്നതാണ് ഞങ്ങള് മണ്ണാർക്കാട്ടേക്ക് പോവാണ് വൈഫിന്റെ വീട്ടിലേക്ക്. അവിടെ മണ്ണാർക്കാട് എന്ന് പറഞ്ഞാല് ആദ്യം കുറ്റിപ്പുറം, പിന്നെ വളാഞ്ചേരി, അവിടുന്ന് പെരിന്തൽമണ്ണ വഴി പോകാൻ പറ്റുമെന്ന് തോന്നണില്ല. അവിടെ റോഡ് മോശമായതുകൊണ്ട് അങ്ങനെ പോകാൻ പറ്റൂല. പിന്നെ അപ്പൊ നേരെ എവിടെക്കാട് ചെർപ്പുളശ്ശേരി കൊപ്പം വഴി ചെർപ്പുളശ്ശേരി വഴി മണ്ണാർക്കാട്ടേക്ക് എല്ലാരും കൂടി എല്ലാരും കാണണം പറയാ എല്ലാരും കാണാൻ വേണ്ടിട്ട് മമ്മാനെ കാണാൻ പോകുന്ന പപ്പാനി എല്ലാരും ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ പറയുന്നേ, ഷെയർ ചെയ്യണം, ഞങ്ങളെല്ലാരും സപ്പോർട്ട് ചെയ്യണം. ഞങ്ങള് കുറ്റിപ്പുറം നമ്മളെ NH കൂടിയാണ്, NH-66 കൂടിയാണ് പോണത്. പാലക്കാട് മണ്ണാർക്കാട് പാലക്കാട് ജില്ല എന്നും പറയാ. മണ്ണാർക്കാട് താലൂക്കിൽ കോട്ടോപ്പാടം 3 പഞ്ചായത്തിൽ കൊടുവാളിപ്പുറം എന്ന പ്രദേശത്ത് അല്ലേ, അങ്ങനെയും പറയാം. അപ്പോ അവിടെ എത്തണമെങ്കിൽ ഒരു ഏകദേശം 70 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. കാറിലാണ്. പിന്നെ എങ്ങനെയാണ് നമ്മള് പോണ സ്ഥലം പറഞ്ഞു കൊടുക്ക് പറയാന്. ഏതിലാണ്? കുറ്റിപ്പുറം ചമ്പ്രാട്ടം ബ്രിഡ്ജിന്റെ അവിടെ കൂടെയാണ് നമ്മൾ അവിടുന്ന് കുറ്റിപ്പുറം, അതായത് NH-66 കൂടെ പോയി കുറ്റിപ്പുറം വളാഞ്ചേരി വരെ NH കൂടെ പോകും. അവിടുന്ന് പിന്നെ നമ്മള് കൊപ്പം, പിന്നെ എങ്ങടാ പോണ്? കൊപ്പത്തുനിന്ന് ചെർപ്പുളശ്ശേരിന്ന് മണ്ണാർക്കാട്, ആ റൂട്ടാണ് പോണത്. പിന്നെ ഇതില് റൂട്ട് ഇനി മാറ്റേണ്ടതുണ്ട്. നമ്മള് മറ്റേ പണ്ട് എടപ്പാൾ കൂടെ പോയ ആ റൂട്ടല്ലേ കുറച്ച് നല്ലതാണോ? എടപ്പാൾ കൂടെ നമ്മള് പോയില്ലേ, വളാഞ്ചേരിന്ന് പെരിന്തൽമണ്ണ വഴി പോകാൻ വയ്യ. അവിടെ വളരെ മോശമാണ് റോഡ്, വളരെ മോശം. എന്ന് പറഞ്ഞാല് കുറച്ച് ഭാഗങ്ങള് നന്നാക്കിയിട്ടുണ്ട്, പക്ഷെ കൊറേ ഭാഗങ്ങള് കേടാണ്. അത്ര വലിയ സത്യങ്ങളൊന്നും പറയല്ല എന്റെ റയാനെ. ഇതിപ്പോ നമ്മള് ഏകദേശം നമ്മളെ ചമ്പ്രവട്ടം പാലത്തിന്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വിഷ്വല് കാണില്ലാന്നേ ഉള്ളൂ. കുറച്ച് ഭാഗങ്ങൾ കേറി ഇതേ അവസ്ഥ തന്നെയാണ്. പിന്നെ നമ്മളെ പാലാണ്ട് കഴിഞ്ഞാലും ഇതേപോലെ കുണ്ടും കുഴിയാണ്. നല്ല സ്റ്റൈലായിട്ടില്ലേ, അശോക് ലൈലാൻഡിന്റെ വണ്ടിയാണ്. പിന്നെ ഇവിടൊക്കെ കേടാണ്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കാറേറ്റ് വരുമ്പോ അത്ര കണ്ട് അറിയണില്ല, കാറ് കൊറേ സഹിച്ചോളും. പക്ഷെ സ്കൂട്ടിയിലാണ് വരുന്ന വെച്ചാല് നല്ല പ്രയാസാണ്. സ്കൂട്ടിയിൽ വരികയാണെങ്കിൽ അത്യാവശ്യം ബുദ്ധിമുട്ടാണ്. ഈ കുണ്ടിയിലൊക്കെ ചാടി, ഞങ്ങള് 3 വീലർ ആയതുകൊണ്ട്, 3 വീലർ എന്ന് പറയാൻ വയ്യ, സൈഡ് വീല് സ്കൂട്ടർ ആയതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടാണ്. അതേപോലെ ഈ പാലത്തിൽ തന്നെ കുറെ കുഴികളുണ്ട്. അതേപോലെ ഈ ഓരോ ഗട്ടർ ഇതിന്റെ ഇടയിൽ ഇങ്ങനെ വരുന്നുണ്ട് ഓരോ ബീം കഴിയുമ്പോഴും പാലത്തില്. അപ്പൊ അതൊക്കെ ഭയങ്കര പ്രയാസമാണ്. ഇനി കുറച്ച് ഏരിയ ഉള്ളൂ. ഈ പൊന്നാണി തിരൂര് റോട്ടില് ഈ ഒരു ഭാഗം മാത്രമാണ് ഏറ്റവും പ്രയാസം. ഇതുകൊണ്ട് തന്നെ
ഈ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ബ്ലോക്കാണ്. വൈകുന്നേരങ്ങളിൽ ഭയങ്കര ബ്ലോക്കാണ് ഈ ഭാഗം. റയാന്റെ അഭിപ്രായം എന്താ? നമ്മളൊരു ഇടക്കിടക്ക് കർമ്മയൊക്കെ വരുമ്പോ നല്ല തിരക്കുണ്ടാവും. ഞായറാഴ്ച കൂടുതൽ ഞായറാഴ്ച ഞങ്ങള് നല്ല വാഹനം ഉണ്ടാവും. ഇടക്കിടക്ക് ഞങ്ങള് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിണ്ട്. അപ്പൊ ഭയങ്കര തിരക്കാവും വൈകുന്നേരം. സ്കൂളുള്ള ദിവസം ഉണ്ടാവും. കാരണം ഉണ്ടാവല്ലോ വൈകുന്നേരം ഈ ബസ് സ്കൂൾ ബസ്സുകൾ ദിവസം എന്ന് പറയണ്ടേ പിന്നെ എല്ലാ ദിവസവും ഉണ്ട്. പക്ഷെ ഞായറാഴ്ച കുറച്ച് അധികം പ്രയാസം. ഇന്നലെ നല്ല ഇതില് ഞങ്ങളിങ്ങനെ നേരെ കുറ്റിപ്പുറം എടപ്പാള് റൂട്ടിൽ കണ്ട് പോയിട്ട് NH 66 കണ്ട് കയറും. അതോടുകൂടി നമ്മളെ യാത്ര കുറ്റിപ്പുറത്തേക്ക്. ഇന്നലെ നല്ല പരിപാടിയൊക്കെ ഉണ്ട്. ഇവിടെ ഭയങ്കര ബ്ലോക്ക്. നാരങ്ങ ഒരു ലോഡ് നാരങ്ങ ഉണ്ട്, വേണേ വാങ്ങിച്ചോളി. എത്രയാണ് കിലോന് എന്താന്ന് വെച്ചോക്ക്? 2.5 കിലോനാ. ഓക്കെ, അവര് 100 റുപ്യക്ക് എടുത്തേക്ക്. 100-ന് എടുത്തേക്ക്. ലഡു പൊട്ടി. റയാന്റെ മനസ്സിൽ ലഡു പൊട്ടി. ഇപ്പൊ തുടങ്ങണ്ട. യോ ബഹളം. എനിക്കൊന്നും മനസ്സിലായി. നാരങ്ങ വാങ്ങി 2.5 കിലോത്തിന് 100 അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? 100-ന് 2.5 കിലോ. 2 രണ്ടും ഒരേ സെയിം. നാരങ്ങക്ക് ഭയങ്കര ക്രൈസാ. റയാനാണ് നാരങ്ങ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്. കുറച്ച് പൊരിക്കട്ടെ, നിങ്ങൾക്ക് അതിനേക്കാൾ ഗ്രേസാണ്. ഇഷ്ടമില്ലാത്ത ആരോഗ്യ നാരങ്ങ. ഇതൊക്കെ നിറത്തിനനുസരിച്ചുള്ള മധുരം ഉണ്ടാവുമല്ലേ? മഞ്ഞ നോക്കി എടുത്ത ചീനല്ല. 10 നാരങ്ങ വാങ്ങിയാൽ 1 നാരങ്ങ എങ്കിലും കേട് ഉണ്ടാകും. അതാണ് നിയമം. എങ്ങനെ അറിയോ? ഒരു ഇംഗ്ലീഷ് പാട്ട് പാടി. 2 വിക്കറ്റ് പോയി. നാരങ്ങ എന്ന് പറഞ്ഞ എല്ലാ കറിയും കളയുന്ന സാധനം. നമ്മളെ പേരന്റെ പേരത്ര നാരങ്ങ എന്ന് പറഞ്ഞ അസിഡിറ്റി അല്ലേ? അസിഡിറ്റി അല്ലേ? അസിഡിറ്റി. നിർത്തി ഞാൻ ഒന്നെടുത്തിട്ടുള്ള ഞാൻ പപ്പടം കൈ ഞാൻ തരൂട്ടാ. വണ്ടി ഇതാണ് പോലെ. ഇതാണ് നമ്മളെ NH റോഡ്. ഞങ്ങള് ഇങ്ങനെ തല കറങ്ങി. ഞങ്ങള് ഇതിന്റെ മുകളിൽ കയറിയ ആൾക്കാരല്ലേ? എന്താണ് വിഴിഞ്ഞം, എന്താണ് കോവളം, എന്താണ് ലൈറ്റ് ഹൗസ്, വിഴിഞ്ഞം ലൈറ്റ് ഹൗസിന്റെ മുകളിൽ കയറിയിട്ട് തല കറങ്ങാത്ത ആൾക്കാർ. നിലയാണ്? 8 നില. വിഴിഞ്ഞം ലൈറ്റ് ഹൗസിന്റെ മുകളിൽ തല കറങ്ങിയിട്ടില്ലേ? പിന്നെ അത്ര ഒന്നും ഉയരല്ലേ അത്. നമ്മൾ അവിടുത്തെ കൊച്ചിയിലൊക്കെ ഉള്ള ഓരോ ഫ്ലാറ്റിന്റെ ഉയരം ഒന്നും ആലോചിച്ച് നോക്ക്. എന്താണ് അത്? ഏത് മനുഷ്യനും അങ്ങനെ തന്നെയല്ലേ? പേടിക്കൂലേ? ആദ്യമായിട്ട് ഉയർത്തി അങ്ങോട്ട് ഇറങ്ങുമ്പോ തല്ലുണ്ടാക്കിയെടുത്തിട്ട് അതിന്റെ മുകളിൽ കൂടി കാറ് പോണ്ട്. നമ്മള് ഏകദേശം അല്ല, നമ്മള് വളാഞ്ചേരി എത്തി. വളാഞ്ചേരി NH ഭാഗങ്ങള് ഇതോടെ തീരും. ഇതുവരെ ഉള്ളു NH. ഇല്ലറിയാനെ